പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിന്നുവിനെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അർച്ചന ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് അർച്ചന ആകെ ടെൻഷനാകുന്നു. ചിന്നുവിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടെത്തണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചന കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ്. ഇതിനിടയിലാണ് അർച്ചനയെ തേടിക്കൊണ്ട് ആ ഫോൺ കോൾ വരുന്നത്. ഇതോടെ ആകെ പകച്ചു പോവുകയാണ് അർച്ചന. തൻ്റെ ചിന്നുവിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. പക്ഷേ ചിന്നു തൽക്കാലത്തേക്ക് സേഫാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അർച്ചന. പക്ഷേ ഈ ചതിക്ക് പിന്നിൽ ആരാണ്? അത് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന അർച്ചന ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണം തുടങ്ങുകയായി. ഇത് മനഃപൂർവ്വം ആരോ കെണി ഒരുക്കിയത് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായി മുന്നിലേക്ക് വരുന്ന അർച്ചന അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് വീണ്ടും അന്വേഷണം വന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ചന്ദ്രലേഖയിലാണ്. മാത്രവുമല്ല, ചന്ദ്രലേഖയെ സഹായിച്ചത് ചിന്മയിയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അർച്ചന. ഇതോടെ എന്തുകൊണ്ടാണ് ഈ ചതി നടന്നത് എന്ന് കണ്ടെത്താൻ തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.